ഹായ് ഫ്രണ്ട്സ്, ഗുഡ് ഈവനിങ്. എല്ലാവർക്കും നാട്ടിൽ ഇന്ന് എങ്ങനെ ഉണ്ടായിരുന്നു? മഴ പെയ്തോ അതോ വെയിലായിരുന്നോ? എന്താണ് ഇത്? അപ്പം ഞങ്ങളുടെ ഇവിടെയൊക്കെ നല്ല വെയിലായിരുന്നു. ഇന്ന് വെയിലിന് നല്ല ചൂടും ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇന്ന് രാവിലെ പള്ളിയിലൊക്കെ പോയിട്ട് വന്നിട്ട് വെയിലിനാണെങ്കിൽ നല്ല ചൂടും ഉള്ളതുകൊണ്ട് ഭയങ്കര ടയർഡായിരുന്നു. സത്യം പറഞ്ഞാൽ ഞാൻ വീട്ടിലേക്ക് വന്ന് കയറി ദോശയൊക്കെ ചുട്ട് ചമ്മന്തി കൂട്ടി കഴിച്ചു. ഞങ്ങൾ രണ്ടും കൂടി ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഞെച്ച് നേരം ഒന്ന് ഇതൊന്ന് എന്താ പറയുക, കുറച്ച് നേരം ഒന്ന് കിടന്നു. അത് കഴിഞ്ഞിട്ട് എണീറ്റ് വന്നിട്ടും അപ്പോൾ ഉച്ചക്കലത്തേക്ക് ചോറുണ്ടായിരുന്നു. അപ്പോൾ വൈകിട്ടത്തേക്ക് ചോറ് വെക്കാമെന്ന് പറഞ്ഞു. ഹസ്ബൻഡ് പറഞ്ഞു വെക്കണ്ട, ചപ്പാത്തി വല്ലതും മേടിക്കാമെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ വിചാരിച്ചു എന്തായാലും നാളെ എന്തായാലും വെക്കണമല്ലോ, അപ്പം അഥവാ മേടിച്ചില്ലെങ്കിലോ എന്ന് വിചാരിച്ച് ഞാൻ ചോറ് വെച്ചു. ചോറും പിന്നെ ക്യാബേജും ക്യാരറ്റും തോരനും കൂടെ വെച്ചു. അപ്പോൾ അത് വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം നമ്മൾ അതിൻ്റെ ഒരു തിരക്കിലാണ്. അപ്പോൾ ക്യാബേജ് ക്യാരറ്റ് അതിൻ്റെ തോരൻ ഒരു ഇതായിട്ടുണ്ട്, അത് ഇളക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ പണിയൊക്കെ ഏകദേശം കഴിയാറായിട്ടുണ്ട്. അതുകൊണ്ടൊന്ന് ചോറോടൊന്ന് വെന്ത് കിട്ടിയാൽ മതി. അപ്പോൾ എല്ലാവർക്കും ഇന്ന് എന്താണ് സ്പെഷ്യൽ എന്നൊക്കെ പറയൂ, എല്ലാവരുടെ വീട്ടിൽ. പിന്നെ ഇനിയൊരു ഒഴിച്ചുകറിയുടെ, അതിനു വേണ്ടി നമുക്ക് ഒഴിച്ചുകറിക്കിടെ മോരുണ്ടല്ലോ, ഡെഡണേ. അപ്പം നമ്മൾ മോരാക്കാമെന്ന് വിചാരിക്കുകയാണ്. അപ്പം അങ്ങനെ മോരും ആക്കി ഇന്നത്തെ കുശലാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മളിരിക്കുകയാണ്. പിന്നെ വേറെ എന്തുണ്ട് വിശേഷം? നിങ്ങൾക്കെല്ലാവർക്കും സുഖം തന്നെയാണെന്ന് വിശ്വസിക്കുന്നു. എല്ലായിടത്തും മഴ പെയ്ത് ഭയങ്കര ഇതൊക്കെ ആയിട്ടിരിക്കുകയാണെന്ന് എനിക്കറിയാം. എന്നാലും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. വെള്ളമൊക്കെ താഴ്ന്നു തുടങ്ങിയോ, എന്താണ് കണ്ടീഷൻ എന്നൊക്കെ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. അപ്പോൾ എന്താ പറയുക, വേറെ വിശേഷങ്ങളൊന്നും ഇല്ല. ഇങ്ങനെയൊക്കെ പോകുന്നു. സത്യം പറഞ്ഞാൽ ഭയങ്കര അയ്യായിരുന്നു ഒന്ന് ഉച്ചയ്ക്ക് വന്നിട്ട് ഒന്നും ചെയ്യാനൊക്കെ ആയിട്ട് തന്നെ. ഞാനിങ്ങനെ കിടന്ന് അവസാനം ഹസ്ബൻഡിന് ഉച്ചയ്ക്ക് ചോറൊക്കെ കൊടുത്തിട്ട് എന്താ പറയുക, രാവിലെ വെച്ച് ചോറിരുന്നു. ആ ചോറിന്ന് വെച്ച് പാത്തിട്ടൊക്കെയാണ് ഈ പള്ളിയിലൊക്കെ പോയത് തന്നെ കേട്ടോ. അങ്ങനെ പോയിട്ട് തിരിച്ചു വന്നത് ഹസ്ബൻഡിന് 1 മണിയൊക്കെ ആയപ്പോൾ എന്നെ വിളിച്ചു, ചോറ് വേണമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് പുള്ളിക്കാരൻ ഒരു 2:30